പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വിശുദ്ധൻ ലോകമെമ്പാടുമുള്ള യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും കാവൽക്കാരനായ വിശുദ്ധ ക്രിസ്റ്റഫറാണ്. മല പോലെയുള്ള ശരീരപ്രകൃതിയും ആരെയും ഭയപ്പെടുത്തുന്ന കരുത്തുമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ തേടിയുള്ള യാത്രയിൽ ഒടുവിൽ ക്രിസ്തുവിൻ്റെ മുൻപിൽ കീഴടങ്ങിയ ചരിത്രമാണിത്. ഒരു കൊച്ചുകുട്ടിയെ തോളിലേറ്റി കടത്താൻ ശ്രമിച്ച് ഒടുവിൽ ലോകത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ദൈവത്തെയാണ് താൻ ചുമലിലേറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ ക്രിസ്റ്റഫറിൻ്റെ വിസ്മയകരമായ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. AD 3-ാം നൂറ്റാണ്ടിൽ കാനാൻ ദേശത്താണ് ക്രിസ്റ്റഫർ ജനിച്ചത്. റെപ്രോബസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്. സാധാരണ മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. ഭീമാകാരമായ ശരീരവും അസാധാരണമായ കരുത്തും ഭയമുണർത്തുന്ന മുഖഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ ഈ അസാധാരണ കരുത്ത് ലോകത്തിലെ ഏറ്റവും ശക്തനായ മറ്റാരുടെയും മുൻപിൽ തലകുനിക്കാത്ത ഒരു രാജാവിനെ സേവിക്കാൻ മാത്രമുള്ളതാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ യജമാനനെ തേടി ദൂരദേശങ്ങളിലേക്ക് യാത്രയായി. അക്കാലത്തെ ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹം സേവനത്തിന് ചേർന്നു. ചക്രവർത്തിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തനെന്ന് റെപ്രോബസ് വിശ്വസിച്ചു. എന്നാൽ ഒരിക്കൽ ആ കൊട്ടാരത്തിൽ ഒരു ഗായകൻ പിശാചിനെക്കുറിച്ച് പാടിയപ്പോൾ ചക്രവർത്തി ഭയത്തോടെ കുരിശു വരയ്ക്കുന്നത് റെപ്രോബസ് കാണാനിടയായി. ചക്രവർത്തി പിശാചിനെ ഭയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റെപ്രോബസ് ചിന്തിച്ചു, അപ്പോൾ ഈ രാജാവല്ല ലോകത്തിലെ ഏറ്റവും ശക്തൻ, പിശാചാണ്. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം ആ കൊട്ടാരം വിട്ടിറങ്ങി പിശാചിനെ തേടി യാത്രയായി. അങ്ങനെ അദ്ദേഹം പിശാചിൻ്റെ അനുയായികളുടെ ഒരു കൂട്ടത്തിൽ ചെന്നുപെടുകയും അവരുടെ തലവനെ തൻ്റെ പുതിയ യജമാനനായി സ്വീകരിക്കുകയും ചെയ്തു. അവനോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ വഴിവെക്കിൽ സ്ഥാപിച്ചിരുന്ന ഒരു വിശുദ്ധ കുരിശിൻ്റെ രൂപം കണ്ടപ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കുകയും വഴിമാറി ഓടുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട റെപ്രോബസ് പിശാചിനോട് അതിൻ്റെ കാരണം തിരക്കി. കുരിശിൽ മരിച്ച യേശുക്രിസ്തുവിനെ തനിക്ക് ഭയമാണെന്ന് പിശാച് സമ്മതിച്ചു. അപ്പോൾ പിശാചിനേക്കാൾ ശക്തൻ ക്രിസ്തുവാണെന്ന് റെപ്രോബസ് തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തുവാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവെന്ന് മനസ്സിലാക്കിയ റെപ്രോബസ് പിന്നീട് ക്രിസ്തുവിനെ തേടിയുള്ള യാത്രയിലായി. എവിടെ ചെന്നാൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം അന്വേഷിച്ചു നടന്നു. തൻ്റെ കരുത്ത് മുഴുവൻ ആ സ്വർഗീയ രാജാവിനു വേണ്ടി സമർപ്പിക്കാൻ ആ ഭീമൻ മനുഷ്യൻ ആഗ്രഹിച്ചു. ആ ആത്മീയ അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച ഒരു വലിയ കൂടിക്കാഴ്ചയിലേക്ക് എത്തിച്ചത്. തൻ്റെ യാത്രയ്ക്കൊടുവിൽ റെപ്രോബസ് ഒരു ഭക്തനായ സന്യാസിയെ കണ്ടുമുട്ടി. തനിക്ക് ക്രിസ്തുവിനെ സേവിക്കണമെന്നും അതിനുള്ള വഴി പറഞ്ഞു തരണമെന്നും അദ്ദേഹം സന്യാസിയോട് ആവശ്യപ്പെട്ടു. സന്യാസി അദ്ദേഹത്തോട് നിരന്തരം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ ഭീമാകാരമായ ശരീരത്തിന് ഉപവാസം താങ്ങാൻ കഴിയുകയില്ലെന്നും പ്രാർത്ഥനയുടെ രീതികൾ തനിക്കറിയില്ലെന്നും റെപ്രോബസ് വിനയപൂർവ്വം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുത്തിനെ ദൈവത്തിനായി ഉപയോഗിക്കാനുള്ള മറ്റൊരു വഴി സന്യാസി നിർദ്ദേശിച്ചു. അവിടെ അടുത്തായി കനത്ത ഒഴുക്കുള്ള അപകടം നിറഞ്ഞ ഒരു വലിയ നദിയുണ്ടായിരുന്നു. അനേകം യാത്രക്കാർ ആ നദി കടക്കാൻ ശ്രമിക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരിക്കാറുണ്ടായിരുന്നു. ആ നദീതീരത്ത് താമസിച്ച് തൻ്റെ അസാധാരണമായ കരുത്തുപയോഗിച്ച് പാവപ്പെട്ട യാത്രക്കാരെയും രോഗികളെയും തോളിലേറ്റി സുരക്ഷിതമായി കടത്തിവിടുക എന്നതായിരുന്നു സന്യാസി നൽകിയ നിയോഗം. അത് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന വലിയ സേവനമായിരിക്കുമെന്ന് സന്യാസി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. റെപ്രോബസ് ആ നിയോഗം സന്തോഷത്തോടെ സ്വീകരിച്ചു.
അദ്ദേഹം നദീതീരത്ത് ഒരു ചെറിയ കുടിൽ കെട്ടി താമസം തുടങ്ങി. ഒരു വലിയ മരത്തടി അദ്ദേഹം തൻ്റെ വടിയായി ഉപയോഗിച്ചു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആര് വിളിച്ചാലും അദ്ദേഹം ഓടിച്ചെന്ന് അവരെ തോളിലേറ്റി ആ കനത്ത ഒഴുക്കുള്ള നദി കടത്തിവിട്ടു. യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് അദ്ദേഹം ഈ സേവനം ചെയ്തത്. തൻ്റെ ശാരീരിക കരുത്ത് പാവങ്ങളെ സഹായിക്കാനായി ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ആത്മീയ സന്തോഷം നിറഞ്ഞു. വർഷങ്ങളോളം അദ്ദേഹം ആ നദീതീരത്ത് ഈ സേവനം തുടർന്നു. ഒരു വലിയ ഭരണാധികാരിയാകാൻ ആഗ്രഹിച്ച മനുഷ്യൻ ഇപ്പോൾ പാവങ്ങളുടെ ചുമടുകാരനായി മാറി. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഇത് വലിയൊരു പുണ്യമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തു സേവനമെന്ന് അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. ഒടുവിൽ ആ നദീതീരത്ത് വെച്ച് തൻ്റെ യജമാനനായ ക്രിസ്തുവിനെ നേരിൽ കാണാനുള്ള ആ വലിയ നിമിഷം അദ്ദേഹത്തെ തേടിയെത്തി. ഒരു രാത്രിയിൽ കനത്ത മഴയും കാറ്റുമുള്ള സമയത്ത് നദിയുടെ മറുകരയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ റെപ്രോബസ് കേട്ടു. എന്നെ അക്കരെ എത്തിക്കാമോ എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ നിലവിളി. റെപ്രോബസ് ഉടനെ തന്നെ കയ്യിൽ വടിയുമെടുത്ത് നദി മുറിച്ചു കടന്ന് അക്കരെ എത്തി. അവിടെ ഒരു കൊച്ചുകുട്ടി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ കുട്ടിയെ എടുത്ത് തൻ്റെ വലിയ തോളിൽ ഇരുത്തി തിരികെ നടക്കാൻ തുടങ്ങി. ആദ്യം വളരെ ലളിതമായി തോന്നിയ യാത്ര നദിയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ കഠിനമായി മാറി. നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ തോളിലിരുന്ന കുട്ടിയുടെ ഭാരം ഓരോ സെക്കൻഡിലും കൂടിക്കൂടി വരുന്നതായി റെപ്രോബസിന് തോന്നി. യാത്ര നദിയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ കഠിനമായി മാറി. നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ തോളിലിരുന്ന കുട്ടിയുടെ ഭാരം ഓരോ സെക്കൻഡിലും കൂടിക്കൂടി വരുന്നതായി റെപ്രോബസിന് തോന്നി. മല പോലെ ശരീരമുള്ള അദ്ദേഹത്തിന് ആ കുട്ടിയുടെ ഭാരം കാരണം കാലുകൾ നിലത്തുറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറി. തൻ്റെ ജീവൻ തന്നെ അപകടത്തിലായതുപോലെ ലോകത്തിന് മുഴുവൻ ഭാരവും തൻ്റെ തോളിൽ ഇരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ മരത്തടി ഊന്നി അത്യധികം കഷ്ടപ്പെട്ട് ഒടുവിൽ അദ്ദേഹം കുട്ടിയുമായി ഇക്കരയെത്തി. കുട്ടിയെ നിലത്തിറക്കി. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, കുഞ്ഞെ, നീ ആരാണ്? നിന്റെ ഭാരം കാരണം ഞാൻ നദിയിൽ മുങ്ങിപ്പോകുമായിരുന്നു. ലോകം മുഴുവൻ എൻ്റെ തോളിൽ ഇരുന്നതാലുള്ള ഭാരമാണ് എനിക്ക് തോന്നിയത്. റെപ്രോബസിൻ്റെ മുഖത്തെ അത്ഭുതം കണ്ട് ആ കൊച്ചുകുട്ടി സ്വർഗീയമായ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. പറഞ്ഞത് ശരിയാണ്. നീ കേവലം ലോകത്തെ മാത്രമല്ല തോളിലേറ്റിയത്, മറിച്ച് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനെയാണ് നീ നിൻ്റെ ചുമലിൽ വഹിച്ചത്. നീ തിരഞ്ഞു നടന്ന നിൻ്റെ രാജാവായ യേശുക്രിസ്തുവാണ്. ഈ വാക്കുകൾ കേട്ട റെപ്രോബസ് ആ കുഞ്ഞിൻ്റെ മുൻപിൽ മുട്ടുകുത്തി വണങ്ങി. ആ രാത്രിയിലെ അത്ഭുത ദർശനം അദ്ദേഹത്തിൻ്റെ ആത്മീയ അന്വേഷണങ്ങളുടെ പൂർണ്ണതയായിരുന്നു. താൻ തന്നെയാണ് നീ തിരഞ്ഞു നടന്ന രാജാവെന്ന് വെളിപ്പെടുത്തിയ ഉണ്ണീശോ റെപ്രോബസിന് പുതിയൊരു പേര് നൽകി, ക്രിസ്റ്റഫർ. ലത്തീൻ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ വഹിക്കുന്നവനെന്നാണ്. അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിനെ തൻ്റെ തോളിലും ഹൃദയത്തിലും വഹിച്ചതുകൊണ്ട് ആ പേര് അദ്ദേഹത്തിന് തികച്ചും അനുയോജ്യമായിരുന്നു. ചരിത്രത്തിൽ പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് വിശുദ്ധ ക്രിസ്റ്റഫർ എന്ന പേരിലാണ്. തൻ്റെ വാക്കുകൾ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനായി ഉണ്ണീശോ ക്രിസ്റ്റഫറിന് ഒരടയാളം നൽകി. അദ്ദേഹം നദി കടക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഉണങ്ങിയ മരത്തടി നിലത്ത് കുത്തി നിർത്താൻ ഈശോ ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ആ ഉണങ്ങിയ വടിയിൽ പച്ചിലകൾ മുളയ്ക്കുകയും അതിമനോഹരമായ പൂക്കളും പഴങ്ങളും ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഈശോ പ്രവചിച്ചു. ആ ദർശനത്തിന് ശേഷം ഉണ്ണീശോ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഈശോ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം രാവിലെ ക്രിസ്റ്റഫർ നോക്കിയപ്പോൾ ആ വലിയ മരത്തടിയിൽ ഇലകളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. ആ അത്ഭുതം കണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇരട്ടിയായി. താൻ ചെയ്ത ചെറിയ സേവനം
ദൈവത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ആ നദീതീരത്തെ സേവനം അവസാനിപ്പിച്ചു. കാരണം തൻ്റെ രാജാവിനെ അദ്ദേഹം കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. ഇനി ലോകമെങ്ങും ആ രാജാവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഉണങ്ങിയ മരത്തിൽ ജീവൻ നൽകിയ ദൈവം തൻ്റെ ജീവിതത്തിലും പുതിയൊരു ആത്മീയ ജീവൻ നൽകിയെന്ന് ക്രിസ്റ്റഫർ പ്രഖ്യാപിച്ചു. അദ്ദേഹം കാനാൻ ദേശത്തു നിന്നും ലൈസിയ എന്ന ദേശത്തേക്ക് യാത്രയായി. അവിടെയുള്ള ജനങ്ങളോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും തനിക്കുണ്ടായ അത്ഭുത ദർശനത്തെക്കുറിച്ചും അദ്ദേഹം ധീരമായി വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു വലിയ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ലൈസയിലെത്തിയ ക്രിസ്റ്റഫർ അവിടെയുള്ള ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിക്കാനും അവിശ്വാസികളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കാനും തുടങ്ങി. അക്കാലത്ത് ക്രിസ്ത്യാനികൾ കടുത്ത പീഡനങ്ങൾ നേരിടുകയായിരുന്നു. ഭീമാകാരനായ ക്രിസ്റ്റഫർ പള്ളിയിലും തെരുവുകളിലും വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് വലിയൊരു ധൈര്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ലാളിത്യവും മുഖത്തെ തേജസ്സും ശത്രുക്കളെപ്പോലും അത്ഭുതപ്പെടുത്തി. ക്രിസ്റ്റഫറിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് 10,000-കണക്കിന് ആളുകൾ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു. താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെയാണ് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ശരീരത്തിൻ്റെ കരുത്തിനേക്കാൾ വലിയൊരു ആത്മീയ കരുത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. അവിടുത്തെ ഭരണാധികാരികൾക്ക് ക്രിസ്റ്റഫറിൻ്റെ ഈ ജനസ്വാധീനം വലിയൊരു വെല്ലുവിളിയായി മാറി. അദ്ദേഹത്തെ തടയാൻ അവർ കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ഒരിക്കൽ ക്രിസ്റ്റഫർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വടി നിലത്തു കുത്തുകയും അത് വീണ്ടും അത്ഭുതകരമായി തളിർക്കുകയും ചെയ്തു. ഈ വലിയ അത്ഭുതം കണ്ട ജനങ്ങൾ കൂട്ടത്തോടെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. ശാരീരിക ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ് വലുതെന്ന് ക്രിസ്റ്റഫർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. സഭയുടെ ആദ്യകാല വളർച്ചയിൽ ക്രിസ്റ്റഫറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വലിയ പങ്ക് വഹിച്ചു. സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി പീഡനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹം ഭയപ്പെട്ടില്ല. താൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിൻ്റെ സൈനികനാണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മരണം മുന്നിൽ കണ്ടിട്ടും അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല. ഒടുവിൽ ലൈസിയയിലെ രാജാവായ ഡെയ്സിയസ് അദ്ദേഹത്തെ പിടികൂടാൻ ഉത്തരവിട്ടു. ഡൈസിയസ് രാജാവിൻ്റെ സൈനികർ ക്രിസ്റ്റഫറിനെ ബന്ധിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ വലിയ ശരീരപ്രകൃതി കണ്ട് രാജാവ് ആദ്യം ഭയന്നുപോയി. ക്രിസ്റ്റഫറിനെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ രാജാവ് നേരിട്ട് ശ്രമിച്ചു. ലൗകികമായ അനേകം പദവികളും സമ്മാനങ്ങളും രാജാവ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. എന്നാൽ താൻ സ്വർഗീയ രാജാവായ ക്രിസ്തുവിൻ്റെ ദാസനാണെന്നും ലൗകിക പദവികൾ തനിക്ക് ആവശ്യമില്ലെന്നും ക്രിസ്റ്റഫർ വ്യക്തമാക്കി. ക്രിസ്റ്റഫറിനെ ആത്മീയമായി തകർക്കാൻ രാജാവ് 2 സുന്ദരികളായ സ്ത്രീകളെ അദ്ദേഹത്തിൻ്റെ ജയിൽ മുറിയിലേക്ക് അയച്ചു. ക്രിസ്റ്റഫറിനെ പാപത്തിലേക്ക് നയിക്കുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കുകയുമായിരുന്നു രാജാവിൻ്റെ ലക്ഷ്യം. എന്നാൽ ജയിലിനുള്ളിൽ വച്ച് ക്രിസ്റ്റഫർ ആ സ്ത്രീകൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്റ്റഫറിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയും കണ്ട് ആ 2 സ്ത്രീകളും മാനസാന്തരപ്പെടുകയും ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. താൻ അയച്ച സ്ത്രീകൾ തന്നെ ക്രിസ്ത്യാനികളായി മാറിയെന്ന വാർത്ത കേട്ട രാജാവ് അത്യധികം കോപിഷ്ഠനായി. അദ്ദേഹം ആ സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം ക്രിസ്റ്റഫറിനെ അതികഠിനമായ പീഡനങ്ങൾക്ക് ഇരയാക്കാൻ രാജാവ് ഉത്തരവിട്ടു. ഒരു ഇരുമ്പ് കട്ടിലിൽ കിടത്തി അതിനിടയിൽ തീ കത്തിച്ച് അദ്ദേഹത്തെ ചുട്ടുപഴിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൈവകൃപയാൽ ആ തീയോ ഇരുമ്പ് കട്ടിലോ ക്രിസ്റ്റഫറിന് യാതൊരു പരിക്കും ഏൽപ്പിച്ചില്ല. പീഡനങ്ങൾ കൂടുന്തോറും ക്രിസ്റ്റഫറിൻ്റെ വിശ്വാസം കൂടുതൽ ദൃഢമായി. തടവറയിലെ കഷ്ടപ്പാടുകൾ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി അദ്ദേഹം കണ്ടു. ചക്രവർത്തിമാരുടെ അധികാരത്തേക്കാൾ വലിയ പ്രകാശമാണ്
ദൈവത്തിൻ്റെതെന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരുന്നു. ഡൈസിയസ് രാജാവ് തൻ്റെ സർവ്വ സൈന്യത്തെയും ഉപയോഗിച്ചിട്ടും ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിനു മുൻപിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇരുമ്പ് കട്ടിലിലെ പീഡനത്തെ അതിജീവിച്ച ക്രിസ്റ്റഫറിനെ ഒരു തൂണിൽ കെട്ടിയിട്ട് സൈനികരോട് അമ്പെയ്യാൻ രാജാവ് ഉത്തരവിട്ടു. 40ഓളം സൈനികർ ഒരേ സമയം അദ്ദേഹത്തിന് നേരെ അമ്പുകൾ തൊടുത്തു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ആ അമ്പുകളൊന്നും ക്രിസ്റ്റഫറിൻ്റെ ശരീരത്തിൽ തറച്ചില്ല. അവ വായുവിൽ തങ്ങി നിൽക്കുകയോ ദിശ മാറിപ്പോവുകയോ ചെയ്തു. അതിനിടയിൽ ഒരമ്പ് ദിശ മാറി വന്ന് ഡൈസിയസ് രാജാവിൻ്റെ കണ്ണിൽ തറയ്ക്കുകയും രാജാവിന് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് കണ്ട് ക്രിസ്റ്റഫർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നാളെ ഉച്ചയോടെ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുകയും ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ രക്തമെടുത്ത് നിൻ്റെ കണ്ണിൽ പുരട്ടുക. നിനക്ക് കാഴ്ച തിരികെ ലഭിക്കും. കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന് ജനങ്ങൾ തനിക്കെതിരെ തിരിയാതിരിക്കാൻ ക്രിസ്റ്റഫറിൻ്റെ ശിരസ് ഛേദിക്കാൻ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ AD 251 ക്രിസ്റ്റഫർ ശിരസ് ഛേദിക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചു. ക്രിസ്റ്റഫർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജാവ് ആ രക്തമെടുത്ത് തൻ്റെ കണ്ണിൽ പുരട്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച അത്ഭുതകരമായി തിരികെ ലഭിച്ചു. ഈ വലിയ അത്ഭുതം കണ്ട രാജാവ് പശ്ചാത്തപിക്കുകയും ക്രിസ്റ്റഫറിൻ്റെ ദൈവമാണ് സത്യമുള്ള ദൈവമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തൻ്റെ മരണത്തിലൂടെ പോലും ഒരു ശത്രുവിനെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ ക്രിസ്റ്റഫറിന് സാധിച്ചു. വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ രക്തസാക്ഷിത്വം സഭയുടെ ചരിത്രത്തിലെ വലിയൊരു വിജയമായിരുന്നു. ശരീരത്തിൻ്റെ ശക്തി കൊണ്ടല്ല, ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് അദ്ദേഹം ലോകത്തെ ജയിച്ചത്. തൻ്റെ രാജാവായ ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സ്വർഗത്തിൽ സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ക്രിസ്ത്യാനികൾ ഭക്തിപൂർവ്വം സംസ്കരിക്കുകയും അദ്ദേഹത്തോടുള്ള വണക്കം സഭയിൽ പടരുകയും ചെയ്തു. വിശുദ്ധ ക്രിസ്റ്റഫർ ലോകമെമ്പാടും ഉള്ള യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും കാവൽക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. തൻ്റെ ജീവിതകാലത്ത് പാവപ്പെട്ട യാത്രക്കാരെ സുരക്ഷിതമായി ആറുകടത്തിയ ആ പഴയ സേവനത്തിൻ്റെ ഓർമ്മയിലാണ് സഭ അദ്ദേഹത്തിന് ഈ നിയോഗം നൽകിയത്. ഇന്നും ലക്ഷക്കണക്കിന് ഡ്രൈവർമാരും യാത്രക്കാരും തങ്ങളുടെ വാഹനങ്ങളിൽ വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ രൂപമോ മെഡലോ സൂക്ഷിക്കാറുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് കത്തോലിക്കർക്കിടയിൽ ഒരു വലിയ പതിവാണ്. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അദ്ദേഹം തങ്ങളെ സംരക്ഷിക്കുമെന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിച്ചു. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ പള്ളിയിൽ വെച്ച് ആശീർവദിച്ച് വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ രൂപം അതിൽ സ്ഥാപിക്കുന്നത് യാത്രയിലെ സുരക്ഷിതത്വത്തിന് അടയാളമായിട്ടാണ്. കേവലം റോഡ് യാത്രകൾ മാത്രമല്ല, കടൽ യാത്രക്കാരും വിമാനയാത്രക്കാരും ഈ വിശുദ്ധൻ്റെ സംരക്ഷണം തേടാറുണ്ട്. ആധുനിക കാലത്തെ വലിയ വാഹനങ്ങൾ മുതൽ ചെറിയ വാഹനങ്ങളിൽ വരെ ക്രിസ്റ്റഫറിൻ്റെ സാന്നിധ്യം ഭക്തർ ഉറപ്പുവരുത്തുന്നു. തങ്ങളുടെ യാത്രകളിൽ വഴിവിളക്കായി, കാവൽക്കാരനായി ഈ ആത്മീയ ഭീമൻ കൂടെയുണ്ടെന്ന ബോധ്യം അവർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ക്രിസ്റ്റഫറിലൂടെ നമ്മൾ ചോദിക്കുന്നത് സുരക്ഷിതമായ ഒരു യാത്ര മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതമാകുന്ന വലിയ യാത്രയുടെ സുരക്ഷിതത്വം കൂടിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന ആറുകൾ കടക്കാൻ ക്രിസ്റ്റഫർ നമ്മെ സഹായിക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയെപ്പോലെ വിശുദ്ധ ക്രിസ്റ്റഫർ ഇന്നും കൂടെയുണ്ട്. വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ ചിത്രങ്ങളിലും രൂപങ്ങളിലും നാം കാണുന്ന കാഴ്ചകൾക്ക് വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ തൻ്റെ തോളിലിരുത്തി കയ്യിൽ ഒരു വലിയ വടിയുമായി നദി മുറിച്ചു കിടക്കുന്ന രീതിയിലാണ് എപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. ആ കൊച്ചുകുട്ടി പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഉണ്ണീശോയാണ്. ഉണ്ണീശോയുടെ കയ്യിൽ ലോകത്തിൻ്റെ ഗോളം മുഴുവൻ കാണാൻ സാധിക്കും. ഇത് ലോകത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി തളിർത്തു നിൽക്കുന്നതായി കാണാം.
ഇത് മൃതമായ ജീവിതങ്ങളിൽ പോലും ജീവൻ നൽകുന്ന ദൈവകൃപയുടെ അടയാളമാണ്. ക്രിസ്റ്റഫറിൻ്റെ മുഖത്തെ ഗൗരവവും വിനയവും ഒരേ സമയം അദ്ദേഹത്തിൻ്റെ കരുത്തിനെയും ദൈവത്തോടുള്ള സമർപ്പണത്തെയും കാണിക്കുന്നു. നദിയിലെ കനത്ത ഒഴുക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതീകമാണ്. ഈ ചിത്രങ്ങൾ ഓരോ വിശ്വാസിക്കും നൽകുന്നത് വലിയൊരു പാഠമാണ്. നമ്മളും ക്രിസ്റ്റഫറിനെ പോലെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നവരായി മാറണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ജോലികളും എത്രമാത്രം ഭാരമുള്ളതാണെങ്കിലും ക്രിസ്തുവിനെ ചുമലിലേറ്റിയാൽ ആ യാത്ര നമ്മെ നിത്യതയുടെ തീരത്തിലെത്തിക്കുമെന്ന് ഉറപ്പാണ് ഈ രൂപം നൽകുന്നത്. സഭയുടെ കലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള രൂപങ്ങളിലൊന്നാണ് വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റേത്. പള്ളികളുടെ കവാടങ്ങളിലും വഴിയോരങ്ങളിലും ഈ രൂപം സ്ഥാപിക്കുന്നത് വഴിപോക്കർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ക്രിസ്റ്റഫറിൻ്റെ ഓരോ പ്രതീകവും ഓരോ ആത്മീയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ആത്മീയ പാഠങ്ങൾ. 1. യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുക. ലൗകികമായ അധികാരങ്ങളെക്കാൾ വലിയ ശക്തി ദൈവത്തിൻ്റേതാണെന്ന് ക്രിസ്റ്റഫർ നമുക്ക് കാണിച്ചു തരുന്നു. 2. സേവനത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുക. പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കുന്നതിലൂടെയാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നത്. ആത്മീയ പാഠങ്ങൾ. 1. യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുക. ലൗകികമായ അധികാരങ്ങളെക്കാൾ വലിയ ശക്തി ദൈവത്തിൻ്റേതാണെന്ന് ക്രിസ്റ്റഫർ നമുക്ക് കാണിച്ചു തരുന്നു. 2. സേവനത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുക. പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കുന്നതിലൂടെയാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നത്. 3. ക്രിസ്തുവിനെ വഹിക്കുന്നവരാകുക. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. 4. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. ജീവിതത്തിലെ ഭാരങ്ങളും ഒഴുക്കുകളും കൂടുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നടക്കുക. 5. വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. തടവറയിലെ പ്രലോഭനങ്ങൾക്കിടയിലും തൻ്റെ ആത്മീയ ശുദ്ധി കാക്കുവാൻ ക്രിസ്റ്റഫർ കാണിച്ച മനസ്സ് വലിയൊരു മാതൃകയാണ്. 6. ശത്രുക്കളോട് കരുണ കാണിക്കുക. തനിക്ക് കാഴ്ച നഷ്ടപ്പെടുത്തിയ രാജാവിന് തൻ്റെ രക്തത്തിലൂടെ കാഴ്ച തിരികെ നൽകിയ ക്രിസ്റ്റഫർ ക്ഷമയുടെ വലിയൊരു പാഠമാണ്. 7. ജീവിതയാത്രയിലെ കാവൽ. നമ്മുടെ അനുദിന ജീവിതയാത്രകളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും തേടുക. വിശുദ്ധ ക്രിസ്റ്റഫർ ശരീരത്തിൻ്റെ കരുത്തുകൊണ്ട് ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് ഒടുവിൽ വിനയത്തിൻ്റെ വഴിയിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തിയ ധീരപുണ്യാത്മാവ്. നദീതീരത്തെ ആ കൊച്ചുകുടിലിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സേവനം ഒടുവിൽ രക്തസാക്ഷിത്വത്തിൻ്റെ സുവർണ പീഠത്തിലാണ് ചെന്നെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ദൈവത്തിൻ്റേതാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്റ്റഫറിൻ്റെ ജീവിതത്തിന് വലിയ പ്രസക്തിയുണ്ട്. ശാരീരിക ശക്തിക്കും ലൗകിക പദവികൾക്കും അമിത പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ലോകത്തോട് മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കാത്തൊരു കരുത്തും വ്യർത്ഥമാണെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഇന്നത്തെ മനുഷ്യർക്ക് പരസഹായത്തിന് വലിയൊരു മാതൃകയാണ് ക്രിസ്റ്റഫർ നൽകുന്നത്. നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ അനേകം പ്രതിസന്ധികളുടെ ഒഴുക്കുകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ വിശ്വാസത്തിൻ്റെ വടിയൂന്നി മുന്നോട്ട് നീങ്ങാൻ ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇടയിലെ അശരണരെയും വഴിയറിയാതെ നിൽക്കുന്നവരെയും നിത്യതയുടെ തീരത്തേക്ക് നയിക്കുവാൻ ക്രിസ്റ്റഫറിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകളിൽ, വാഹനങ്ങളിൽ ഈ വിശുദ്ധൻ്റെ സംരക്ഷണം എപ്പോഴും ഒരു കാവലായി കൂടെയുണ്ടാകട്ടെ. വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ സമൂഹത്തെ പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധതയുടെ പറുദീസായിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.